സത്യത്തിൽ ഈ കാണിക്കുന്നത് തമിഴ്നാടിൻ്റെ ഒരു സോഷ്യൽ സൈക്കോളജിയാണ്. തമിഴ്നാട്ടിൽ ആരുടെയെങ്കിലും അടുക്കൽ എന്തെങ്കിലും സഹായം ചോദിച്ചില്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രതികരണങ്ങൾ. തമിഴ്നാട്ടിലെ ഒരു സർക്കാർ ഓഫീസിൽ എന്തെങ്കിലും കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നല്ല രീതിയിൽ കൈക്കൂലി കൊടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും മിനിസ്റ്ററുടെ ബന്ധുവോ അല്ലെങ്കിൽ മിനിസ്റ്ററുടെ സഹായമോ ആവശ്യമായി വരും. ഈ സിറ്റുവേഷന് 2006 പോലെ തന്നെ ഇന്നും വലിയ മാറ്റമൊന്നുമില്ല. അതേപോലെ ഇത് സൂചിപ്പിക്കുന്ന മറ്റൊരു നഗ്നമായ സത്യം കൂടിയുണ്ട്. അതായത് സർക്കാർ ഫോഴ്സുകളായ പോലീസ്, പട്ടാളം ഇവയെല്ലാം ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്നാണ് പൊതുവെ സർക്കാരുകൾ പറയാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അവ അങ്ങനെയല്ല. അവയെല്ലാം സർക്കാരിനെ സംരക്ഷിക്കുന്ന ഫോഴ്സുകളാണ്. അതായത് സർക്കാർ സംവിധാനങ്ങൾക്ക് സുഗമമായി ഭരണം നടത്താനായി സഹായിക്കുന്ന ഫോഴ്സുകൾ. അതുമല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായ മന്ത്രിമാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അഴിമതിയെല്ലാം കാണിക്കുമ്പോൾ, ജനങ്ങൾ പ്രശ്നമുണ്ടാക്കുമ്പോൾ ജനങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുന്ന ഫോഴ്സുകളാണ് യഥാർത്ഥത്തിൽ പോലീസും പട്ടാളവും. എന്നാൽ അവർ നമ്മളെ പറഞ്ഞു പറ്റിക്കുന്നതാണ് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സിലെ കുഴിയിൽ വീണ കേസ് ജനങ്ങളുടെ ഒരു